ഇപ്പം 100-ാം വർഷം റോഡ് ഷോസിൻ്റെ ഒരു ഏറ്റവും പുതിയ മോഡൽ കാറ് 10 കാറ് ലോകത്ത് മൊത്തം ഉണ്ടാകുന്നു. ഒരു കാറ് അവരായിരിക്കും തരികയാണ്. ഫസ്റ്റ് 4 കാർ ഓർഡർ കൊടുത്തു. ഒരേ ദിവസം 4 റോൾസ് റോയ്സ്. അപ്പോൾ തന്നെ ഓർഡർ കൊടുത്തു. കേരളം കണ്ടതിൽ ഏറ്റവും നല്ല വലിയ 2 കല്യാണം നടത്തിയിരുന്നു. കല്യാണം നടത്തിയും അവർക്ക് ജോലി ഗൾഫിൽ കൊടുക്കുകയും ചെയ്തു. താങ്കൾ ഗൾഫിലെത്തിയതിന് ശേഷം അല്പം സമ്പാദ്യങ്ങളൊക്കെ കൂടിയപ്പോൾ നാട്ടിലൊരു വീട് വെച്ചു. ആ വീട്ടിൻ്റെ പേര് ആരതി എന്നാണ്. അതെ. പിന്നീടും വർഷങ്ങൾക്ക് ശേഷമാണ് മകൾ ജനിക്കുന്നത്. അതെ. മകളുടെ പേരും ആരതി എന്നാണ്. അതെ. ഈ ആരതി എന്ന വാക്കിനോട് എന്താ ഇത്ര വലിയൊരു ആകർഷണം തോന്നിയത്? എങ്ങനെയാണ് ഈ ആരതിയെക്കുറിച്ച് മനസ്സിലാവുന്നത്? അത് ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോയപ്പോൾ ആദ്യം 97-8 ഞാൻ സിംഗപ്പൂരിൽ പോയിരുന്നു. ഗൾഫിൽ സൗദിയിലിരിക്കാൻ സിംഗപ്പൂരിൽ പോയിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ ഒരു സ്വർണ്ണക്കട ചൈനീസ് ഇന്ത്യ തിരുപ്പതി വെങ്കടേശനാണ് അവിടുത്തെ ഇത്. ആരതി എന്തോ വെച്ചാൽ ആരതി പോകുന്നു അത് കണ്ടതാണ്. അങ്ങനെ ആരതി ഒരു പേര് ആകർഷണമായത് മനസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് മകൾക്ക് ആരതി എന്ന പേരിട്ടത്. ഡോക്ടർ ആരതി പിള്ളയുടെ വിവാഹം ആ കാലത്ത് മാധ്യമങ്ങളിലെ വലിയ വാർത്തയായിരുന്നു. അതെ. ഏതാണ്ട് താങ്കൾ പുറത്തു പറയുന്ന കണക്കനുസരിച്ച് 55 കോടിയോളം അത് ചെലവഴിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥികൾ, സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ വിവാഹം കൊല്ലം ആശ്രാമ മൈതാനത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ വലിയ ആഘോഷമായി നടത്തി. അത്ര തന്നെ അല്ലെങ്കിൽ അതിനോളം തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നിരവധി വിവാഹങ്ങൾക്കും ചെലവാക്കി. എന്താണ് അങ്ങനെ ഒരു വിവാഹം, അങ്ങനെ ഒരു ഇത്രയും ലാർജ് സ്കെയിൽ? ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ആരും അങ്ങനെ ഒരു അതുവരെ ഒരു വിവാഹം നടത്തിയെന്ന് തോന്നുന്നില്ല. എനിക്ക് ലോകത്തിൽ ഒരുപാട് ഫ്രണ്ട്സുണ്ട്, നല്ല നല്ല രീതിയിലുള്ള ആൾക്കാർ. അവർക്ക് ഇന്ത്യ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കല്യാണം ഒരു കാരണമാക്കി അവരെല്ലാം വന്നു. പക്ഷേ ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടാണ് എല്ലാവരും വന്നത്. ഈ കല്യാണത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ഹാപ്പി ആക്കിയതിന് ശേഷമാണ് നമ്മുടെ കല്യാണം നടത്തിയത്. കംപ്ലീറ്റ് കൊല്ലം ജില്ലയിൽ എല്ലായിടത്തും ഒരു വൺ എമൗണ്ട് ഈ കല്യാണത്തിൻ്റെ ചിലപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ ചാരിറ്റി കൊല്ലം ജില്ലയിലും കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കറ്റ് വരെ നമ്മൾ കൊടുത്തതിന് ശേഷമാണ് ഞാൻ തന്നെ കൊടുത്തിട്ടാണ് ഈ കല്യാണം നടത്തിയത്. ആ രവിപിള്ള ഫൗണ്ടേഷൻ ഇപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. പള്ളികളിൽ ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിൽ ചെയ്യുന്നുണ്ട്, മറ്റ് സംഘടനകളുടെ ആവശ്യങ്ങളൊക്കെ താങ്കൾ സഹായം പരമാവധി ചെയ്യുന്നുണ്ട്. ഈ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? താങ്കൾ നേരിട്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ? ഇല്ല, അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കേരളം കണ്ടതിൽ ഏറ്റവും നല്ല വലിയ 2 കല്യാണം നടത്തിയിരുന്നു. കല്യാണം നടത്തിയും അവർക്ക് ജോലി ഗൾഫിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. ആദ്യം ഞാൻ ധാരാളം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ, അതിന് ഏറ്റവും കൂടുതൽ പൈസ ഹോസ്പിറ്റലിലെ മെഡിസിന് വേണ്ടി കൊടുക്കാറുണ്ട്. ഇനിയും കൊടുത്തുകൊണ്ടേയിരിക്കും. ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ കൊടുത്തോണ്ടിരിക്കുക. ഈ ഇതിനിടയിൽ താങ്കളുടെ ഏറ്റവും വലിയൊരു കൗതുക വാർത്തയായിട്ട് തോന്നിയത് ഒരിക്കൽ റോൾസ് റോയ്സ്, ലോകത്തിലെ ഏറ്റവും വിലയേറിയ ആഡംബര കാറുകളിൽ ഒന്ന് റോൾസ് റോയ്സാണ്. താങ്കൾക്കൊരു റിക്വസ്റ്റ് തരുന്നു. ഒരു റോൾസ് റോയ്സ് മോഡൽ പുതുതായി ഇറങ്ങുന്നു, പറ്റുമെങ്കിൽ ഒന്ന് വന്ന് നോക്കണമെന്ന് പറയുന്നു. താങ്കൾ സിംഗപ്പൂരിൽ പോയിട്ടാണെന്ന് തോന്നുന്നു അത് കാണുന്നത്, അതിൻ്റെ മോഡൽ കാണുന്നു. അന്നെന്താ സംഭവിച്ചത്? ഒരു കാറ് വേണമെന്ന് പറഞ്ഞാൽ അവർ കാറ് കൊണ്ടുവന്നു തുടങ്ങിയില്ല അന്നത്തെ. അപ്പം നമ്മുടെ ഐഡിയാസ് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ 4 കാർ ഓർഡർ കൊടുത്തു. ഒരേ ദിവസം 4 റോൾസ് റോയ്സ്. അപ്പോൾ തന്നെ ഓർഡർ കൊടുത്തു. ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇപ്പം ഈ വർഷം 100-ാം വർഷം റോഡ് ഷോസിൻ്റെ ഒരു ഏറ്റവും പുതിയ മോഡൽ കാറ് 10 കാറ് ലോകത്ത് മൊത്തം ഉണ്ടാകുന്നു. ഒരു കാറ് അവരായിരിക്കും തരികയാണ്. ആകെ 10 കാർ ഉണ്ടാക്കുന്നു അവരുടെ. ഈ വർഷം ഉണ്ടാക്കാൻ പോകുന്നത് 100-ാം വർഷം ആഘോഷിക്കുകയാണ് റോഡ് ഷോസ് കാറിൻ്റെ. അതിൽ ഒരു കാർ 10 ലോകത്തുണ്ടാക്കുന്ന 10 കാറിൽ ഒരു കാറ് എനിക്ക് തരികയാണ്. അതൊരു മലയാളി സ്വന്തമാക്കുന്ന പറയുന്നത് വലിയ അഭിമാനമാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു. മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ല, പക്ഷെ അവരെ അറിയിച്ചു. അത് എപ്പോഴും വരുന്നു? ഈ വർഷം ഏപ്രിൽ കഴിഞ്ഞ ഈ സമയത്ത്. ഈ വർഷം ഡോക്ടർ രവിപിള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശേഷങ്ങളുള്ള വർഷമാണ്. താങ്കളൊരു സ്വന്തമായൊരു ഹെലികോപ്റ്റർ താങ്കൾക്കുണ്ട്. എയർബസിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ, അത്രയും കപ്പാസിറ്റി ഉള്ളൊരു ഹെലികോപ്റ്റർ താങ്കളാണ് വാങ്ങിക്കുന്നത്.
അത് 4-5 വർഷമായി താങ്കൾ ഇന്ത്യയിലെ യാത്രകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ യാത്രകൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പുതിയൊരു വിമാനം താങ്കൾ വാങ്ങുന്നുണ്ടല്ലേ? അതും എപ്പോഴത്തേക്കാണ്? അത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് 2 വർഷമായി. കഴിഞ്ഞ മാസം 29 കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ മാസം 29 കിട്ടും. അടുത്ത മാർച്ച് 2-ാം തീയതി ഈ അടുത്ത മാസം ഞാൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. അതെവിടെയാണ് വിമാനം ലാൻഡ് ചെയ്യിക്കുന്നത്? അത് വരുന്നത് സ്റ്റേറ്റ്സിനാണ്. സ്റ്റേറ്റ്സിൽ നിന്ന് വരും. ലാൻഡ് ചെയ്യുന്നത് തീരുമാനിച്ചില്ല. ചിലപ്പം മിക്കവാറും തിരുപ്പതി, ഞാനൊരു ഈശ്വരഭക്തനാണ്, മിക്കവാറും തിരുപ്പതിയിലായിരിക്കും. തിരുപ്പതി, അത് കഴിഞ്ഞ് ഗുരുവായൂർ, ട്രിവാൻഡ്രം, അതാണ് തീരുമാനിച്ചിരിക്കുന്നത്.